കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നല്ല തിരക്കാണ് കേട്ടോ. വൈശാഖം അവസാന ദിവസമല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തർക്ക് ദർശനമേകുന്നത് എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നാൽ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമുക്ക് നേരെ വരാം. അങ്ങനെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട്, അതേപോലെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനന്തശയനവും കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. അത് കഴിഞ്ഞ് അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വിളക്കിൽ നെയ്യ് ഒഴിച്ചിട്ടുള്ള ദീപങ്ങളിങ്ങനെ കത്തുകയാണ്, ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉണ്ണിയായിട്ട് കളിക്കുന്ന പോലെ തോന്നും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ആ സോപാനപ്പടിയിൽ എത്തിയിട്ട് ഭഗവാനെ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദം കാണാണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അത്യാവശ്യം ഒരു തടിയുള്ളൊരു കുട്ടി. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു അരമണി കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. അതേപോലെ പട്ട് കോണകം ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് മാറത്ത് ഒരു മാങ്ങാമാലയും ഒരു വളയം പോലത്തെ മാലയും. അതേപോലെ കൈവളകൾ കാണാണ്ട് തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണൂറിലാണ്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കിട്ടിയാൽ പിന്നെ എന്താ, ഇപ്പോൾ വേറെ ഒന്നും വേണ്ട, എല്ലാം ശരിയായി എന്നാ. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ മുഖത്ത് അതിൻ്റെ ഒരു പുഞ്ചിരിയും വെണ്ണൂറിലെയും ഓടക്കുഴലും കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ ഒന്നും വേണ്ടാക്കിയാൽ എല്ലാതും ആയി എന്നാ. അങ്ങനെ നോക്കിയാൽ തിരുനെറ്റിയിൽ ഒരു ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തിരുമുടിമാലകൾ 2 തിരുമുടിമാല ഉണ്ട്. തെച്ചിയും തുളസിയുണ്ട്, പിന്നെ വെളുത്തപ്പൂവും തുളസി. അതേപോലെ 2 ഉണ്ടമാലയും ഇതേപോലെ തന്നെ വെളുത്തപ്പൂവ് തെച്ചി തുളസി ആയിട്ടുള്ള അതേപോലത്തെ. പിന്നെ മുകളിൽ 4-5 വിധാനമായിട്ട് മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ മനസ്സ് അവിടെയാണ്. എന്നെ കേൾക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് നിങ്ങളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ്. വെണ്ണക്കണ്ണനെ പിടിച്ച് തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. ഒരു കയ്യിൽ വെണ്ണയും മറു കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ. അങ്ങനെ തൊഴുത് കഴിഞ്ഞാൽ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. പിന്നീട് നമ്മൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ലീലക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നെ 7 മാതാക്കളെ കണ്ട് തൊഴുത് ഗണേശൻ്റെ കണ്ട് തൊഴാനായിട്ട് അങ്ങോട്ട് വരാം. അങ്ങോട്ട് വരുമ്പോൾ അവിടെയൊക്കെ തിരക്ക് തന്നെയാണ്. ഗണേശനെ നോക്കി തൊഴാം. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ മുഖത്തൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്. ധാരാളം മാലകളൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണുക, പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ കോർണറിലെത്തിയാൽ ഒന്ന് ചെറിയ ഗണേശനെ കാണാം. ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിരെ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. പിന്നീട് വാമനരൂപം ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. പിന്നെ ഗരുഡനെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമീനെയും അതേപോലെ ഭീഷ്മരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ മുരുകനെയും കണ്ട് തൊഴുത്
ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് വെറ്റിലമാല ഉണ്ട്, ചുവന്ന തെച്ചിമാല ഉണ്ട്, അതേപോലെ കുങ്കുമമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാഗ്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് തൊഴുതു വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളയമർദ്ദന രൂപവും എണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് കൊടിമരം കണ്ട് തൊഴുത് മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കടാവുകളൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് അടുത്ത അറയിൽ എത്തുമ്പോൾ കുറൂരമ്മയും നാരദരും മേൽപ്പത്തൂരും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇന്നലത്തെ. നമ്മൾ ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ ശ്രീലകത്ത് ഉണ്ണിക്കണ്ണൻ ആ മുട്ടുകുത്തിയൊക്കെ നിൽക്കണൊക്കെ പോലെ തന്നെയായിരുന്നു ഇവിടെ അമ്മയും. അമ്മ നല്ല കുട്ടിയായിട്ട് ചെറിയ ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലെ നമുക്ക് ഭക്തർക്കൊക്കെ ദർശനം നൽകിയിരുന്നതേ. അപ്പോൾ അതേമാതിരി ഇന്ന് എന്താ പോയൊക്കെ ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ആവാറില്ല, കുറച്ചും കൂടി കഴിയും. ഗോളക തന്നെയാണ്, ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് മുഴുവനായിട്ട് അലങ്കാരമാവുക. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരമായിരുന്നു ഇന്നലെ. നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വന്ന കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം, നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്ന കെടാവിളക്ക് ഇങ്ങനെ കാണാം, അവിടെയും തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമീനെയും കണ്ടു തൊഴാം. അയ്യപ്പസ്വാമിയുടെ കാര്യം ഇന്നലത്തെ പറഞ്ഞ പോലെ ഉണ്ണിക്കണ്ണൻ്റെ പോലെ നിന്നിരുന്നു. അതും ഉത്തരിയൊക്കെ ഇങ്ങനെ രണ്ട് കൈയിലും വെച്ചിട്ടൊക്കെ നല്ല രസമായിരുന്നു. ഇന്നിപ്പോൾ അത്രയ്ക്ക് ആയിട്ടില്ല. ഇന്നിപ്പോൾ ഉള്ളത് കിരീടം വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ചന്ദനം ചാർത്തി വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ നേരെ പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ നടയിൽ വന്ന ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്ന പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.